ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് മണ്ണുത്തിക്ക് അടുത്തുള്ള ഒരു ബൈപ്പാസ് റോഡില് ആണ് നിൽക്കുന്നത്. ജൈവവളത്തിന്റെ ഒരു ഔട്ട്ലെറ്റിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇവിടെ എല്ലാത്തരം ജൈവവളങ്ങളും ഇവിടെ ലഭിക്കും മിതമായ നിരക്കിൽ. അപ്പൊ നമുക്ക് കാണാം. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കേരള കാർഷിക കോളേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അവിടുന്ന് യു ടേൺ തിരിഞ്ഞാൽ മതി. വന്ന് കയറുമ്പോൾ തന്നെ ഇതിന്റെ വില വിവര പട്ടിക നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഈ നിറച്ച് ഇരിക്കുന്ന ഒരു പോർഷനില് പച്ചക്കക്കയാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് 1 കിലോയ്ക്ക് 15 രൂപയാണ് വരുന്നുള്ളൂ. ഒറിജിനൽ പച്ചക്കക്ക നമ്മുടെ ചെടികളുടെ മണ്ണിന്റെ pH കറക്റ്റ് ആക്കാൻ നിർബന്ധമായും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഒന്നാണ് പച്ചക്കക്ക പൊടിച്ചത്. അപ്പൊ അതിന് 15 രൂപയുള്ളൂ ഇവിടെ കിലോയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ ഉമ്മി, നമ്മൾ പോട്ടി മിക്സ് നിറയ്ക്കുമ്പോ എപ്പോഴും നമുക്ക് എയർ പാസിങ്ങിന് ചെടിക്ക് ഓക്സിജൻ ലഭിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ നിറയ്ക്കുന്ന ഒന്നാണ് ഉമ്മി. ഈ ഉമ്മി ഇപ്പൊ നമ്മള് കൂർക്ക അങ്ങനത്തെ കൃഷികൾ നടുമ്പോഴും അതുകൂടെ ഉമ്മി ചാരം എല്ലാം ചേർത്ത് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ചെടികളുടെ വേരിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഉമ്മി. അതും കിലോയ്ക്ക് 15 രൂപയായിട്ട് കിട്ടും ഇവിടെ. ചാക്ക് കണക്കിന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, കിലോ കണക്കിന് വേണമെങ്കിൽ അങ്ങനെ ഇവര് തരും. ഇത് നോക്കിയേ, കപ്പലണ്ടി പിണ്ണാക്കാണ് ഈ കാണുന്നത്. നല്ല ഒറിജിനൽ. അതെ, ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും ഇവിടുന്ന് വാങ്ങുമ്പോ. ഫസ്റ്റ് ക്വാളിറ്റി കപ്പലണ്ടി പിണ്ണാക്ക് കിലോയ്ക്ക് എത്ര രൂപ? ഹോൾസെയിൽ റേറ്റ് ആണ് വരുന്നത്, 58 രൂപ. ഈ കപ്പലണ്ടി പിണ്ണാക്ക് നമ്മളുടെ പച്ചക്കറി കൃഷികൾക്ക് ആവശ്യമായ ഒരു ഘടകമാണ്. നമ്മളെപ്പോഴും ചാണകവും ഗോമൂത്രവും എല്ലാ കപ്പലണ്ടി പിണ്ണാക്കും ഒക്കെ മിക്സ് ചെയ്ത് പുളിപ്പിച്ച് ചെടികൾക്ക് 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്കിത് അത്യാവശ്യം തന്നെയാണ്. വളരെ മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് കിട്ടും. ഫസ്റ്റ് ക്വാളിറ്റി, വിശ്വസിച്ച് വാങ്ങാം. പിണ്ണാക്കിന്റെ, കപ്പലണ്ടി പിണ്ണാക്കിന്റെ, അതായത് കടലപ്പിണ്ണാക്ക് എന്നും പറയൂലോ, അതിന്റെ പൗഡറാണിത്. ഇങ്ങനെ നമുക്ക് പോട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെന്നുവെച്ചെങ്കിൽ ഈ പൗഡർ 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂണോ ആ പോട്ടിംഗ് മിക്സിൽ ചേർത്ത് നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചെടികൾ നടുമ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, അപ്പൊ തന്നെ ചെടി നടരുത്. നിങ്ങൾ ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കിയതിന് ശേഷം മാത്രം അതിൽ ചെടികൾ പ്ലാന്റ് ചെയ്യുക. കണ്ടല്ലോ, ഇങ്ങനെ പൗഡർ. പലരും, ഞാനൊക്കെ കപ്പലണ്ടി പിണ്ണാക്ക് വാങ്ങിച്ചിട്ട് മിക്സിയിൽ പൊടിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഇങ്ങനെ പൗഡർ ആയിട്ടും കിട്ടും. ഇത് നമുക്ക് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നമുക്ക് 36 രൂപയാണ് കിലോന് വരുന്നത്. 36 രൂപ കിലോയ്ക്ക് വരുന്നത്. അത് നമുക്ക് ഒരു 50 കിലോന്റെ ബാഗാണ് നമുക്ക് വരുന്നത്. ഹോൾസെയിൽ റേറ്റ് ആയിട്ട് റീറ്റെയിൽ ആകുമ്പോൾ നമുക്കത് 2 രൂപ കൂടും. അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓയിൽ കണ്ടന്റ് ഞെക്കി നോക്കാൻ വേണ്ടത്. ഓയിൽ കണ്ടന്റ് നന്നായിട്ടുള്ളതാണ്. അതിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് പൊടിച്ച് ഇടാവുന്ന പോലെ ഓയിൽ കണ്ടന്റ് നന്നായിട്ട് പോവാതെ കറക്റ്റ് ഓയിൽ കണ്ടന്റ് നന്നായിട്ട് നമുക്ക് ശരിക്കും കേക്ക് വാങ്ങിച്ചാലും നമുക്ക് പൊടിച്ചെടുക്കാൻ കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ പൊടിച്ച് പൊടികളാക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേപ്പിൻ പിണ്ണാക്കിന്റെ പൗഡർ, ഇത് പൗഡർ ആയിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഒരു എത്ര ഇതുപോലെ 2 കൈ എടുത്താലും നമുക്ക് ശരിക്കും ഒരു നിറച്ചെടുക്കുകയാണെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് ഉള്ള പൗഡറായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ എല്ലാ തരം വളങ്ങളും നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി നമുക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യാം. ആവശ്യാനുസരണം എല്ലാ വളങ്ങളും, നമ്മളെ വളങ്ങൾ അന്വേഷിച്ച് പല വളങ്ങളും അന്വേഷിച്ച് പല ഭാഗത്തേക്ക് നടക്കേണ്ട, ഒരു ഭാഗത്തേക്ക് വരിക, എല്ലാ വളങ്ങളും ഇവിടുന്ന് ശേഖരിക്കുക. അതും വിശ്വസിച്ച് ഫസ്റ്റ് ക്വാളിറ്റി വാങ്ങാം. ഇത് കണ്ടല്ലോ, മണ്ണിര കമ്പോസ്റ്റ് ആണ്. ഈ മണ്ണിര കമ്പോസ്റ്റ് വലിയ ബാഗാണോ ചെറിയ ബാഗാണോ? 50 കിലോന്റെ ബാഗ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് കിലോ 12 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. 50 കിലോന്റെ ബാഗിന് നമുക്ക് 600 രൂപ റേറ്റ് വരും. 1 കിലോക്ക് 12 രൂപ വരുന്നുള്ളൂ മണ്ണിര കമ്പോസ്റ്റ്. ഞാൻ അതിശയിച്ചു പോയിട്ടോ. കാരണം ഇത്രയും നിസാരമായ വിലയ്ക്ക് നല്ല വളങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന്, ഒരു കുടക്കീഴിൽ നിന്ന് എല്ലാ വളങ്ങളും കിട്ടാന്ന് പറയുമ്പോൾ മണ്ണിര കമ്പോസ്റ്റ് മസ്റ്റാണ് നമ്മുടെ ചെടികൾക്ക്, പച്ചക്കറി ചെടികൾക്ക് പ്രത്യേകിച്ച്. ഇത് നോക്കിയേ, ഇതാണ് ഇവിടുത്തെ എല്ലുപൊടി. ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണ്. നമ്മൾ എല്ലാ കടകളിലും കയറി എല്ലുപൊടി വാങ്ങിക്കും. 1 കിലോയ്ക്ക് 36 രൂപയുള്ളൂ ഫസ്റ്റ് ക്വാളിറ്റി സാധനം. പക്ഷെ നമ്മൾ വേറെ ഓരോ എല്ലുപൊടി വളക്കടകളുടെ ഔട്ട്ലെറ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ എല്ലുപൊടി വാങ്ങിക്കും പോരും. പക്ഷെ അതിന്റെ ക്വാളിറ്റി നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. ഇവര് വിശ്വസ്തയോടെ തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങാം ഫസ്റ്റ് ക്വാളിറ്റി സാധനം എല്ലുപൊടി. ഇനി ഇതിന്റെ വില കുറവിൽ സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട്. ഇതാണ് എല്ലുപൊടി, സെക്കൻഡ് ക്വാളിറ്റി ആണിത്.
ഇതിന് 28 രൂപയെ വരുന്നുള്ളൂ. അപ്പൊ 10 രൂപയുടെ ഡിഫറൻറ്റ് ഉണ്ട് ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും തമ്മിൽ. ഇത് കുമ്മായാണ്. 17 രൂപയാണ് കിലോയ്ക്ക് വരുന്നത്. പക്ഷെ ഇവര് ചാക്കായിട്ട് ഒരു ചാക്കൊക്കെ ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ലൂസായിട്ടും കൊടുക്കുന്നുണ്ട്. ഇത് ലൂസായിട്ടും കൊടുക്കും, ചാക്കായിട്ടും കൊടുക്കും. അപ്പോ ഞാന് കുമ്മായത്തിനെ കുറിച്ച്, കുമ്മായം ഇവിടുത്തെ ഫസ്റ്റ് ക്വാളിറ്റി ആണ്. പക്ഷെ നമുക്ക് ചെടികൾക്ക് കൂടുതൽ നല്ലത് ഡോളോമൈറ്റും ഒക്കെയാണ്. അത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇതാണ് ഡോളോമൈറ്റ്. നമ്മൾ പച്ചക്കറി കൃഷിക്ക് കാൽസ്യം മഗ്നീഷ്യം ഒരുമിച്ച് കിട്ടുന്ന ഒരു സാധനമാണ് ഡോളോമൈറ്റ്. അപ്പൊ കുമ്മായത്തെക്കാൾ കൂടുതൽ ഇരട്ടി മധുരം എന്ന് പറയില്ലേ, അതുപോലെയാണ് കുമ്മായത്തെക്കാൾ കൂടുതൽ ഗുണം ചെയ്യുക ഡോളോമൈറ്റ് ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടി ആയിട്ടുള്ള കാരണം കൊണ്ട് ചെടിയുടെ രണ്ട് കാര്യങ്ങൾ ഇതിൽ നടന്നു പോകും, കാൽസ്യവും മഗ്നീഷ്യം. അപ്പൊ ഇത് കിലോയ്ക്ക് എത്ര രൂപയാണെന്ന് ചോദിക്കട്ടെ കേട്ടോ. ഡോളോമൈറ്റിന്റെ വില അറിഞ്ഞു. ഒരു കിലോയ്ക്ക് 10 രൂപയെ വരുന്നുള്ളൂ ഡോളോമൈറ്റ്. അപ്പൊ നമുക്ക് ഒരു 10 കിലോനോ അല്ലെങ്കിൽ ഒരു ചാക്കോ ആയിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. ഞാൻ എന്തായാലും അത്യാവശ്യം വളങ്ങൾ, എനിക്ക് ആവശ്യമുള്ള വളങ്ങൾ എന്റെ കാറിൽ കൊള്ളാവുന്ന അത്രയും ഞാൻ അവിടെ വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ ഡോളോമൈറ്റ് ആണ് ഞാൻ എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നത്. എല്ലാവരും ചെടികൾക്ക് ഉപയോഗിക്കേണ്ട ഇതാണ്. ഇത് ഡോളോമൈറ്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കുമ്മായിട്ട് നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിയണം. ഡോളോമൈറ്റ് ജൈവവളത്തോടൊപ്പം ചേർത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് സ്ഥിരം വളങ്ങൾ, ഈ ഒരു കുടക്കീഴിൽ നിന്ന് എല്ലാ വളങ്ങളും സ്ഥിരമായി വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർ ആണ് ഇദ്ദേഹം. ചേട്ടന്റെ പേര്? എന്റെ പേര് ബിജു ജോർജ്. ബിജു ജോർജ്. വീട് മുണ്ടൂര്. മുണ്ടൂര്. ഞങ്ങൾ ഏകദേശം, ഞാൻ ഗുരുവായൂരാണ്. നമ്മുടെ വഴിയാണ്. അപ്പൊ മുണ്ടൂരിന്ന് വളം വാങ്ങാനായിട്ട് ഇവര് സ്ഥിരം ഇവിടെ വരാറുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ വളത്തിന്റെ പ്രത്യേകത ഫസ്റ്റ് ക്വാളിറ്റി ആണെന്ന് ഇവർ പറഞ്ഞെങ്കിലും ഒരു കസ്റ്റമർ പറയുമ്പോൾ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ വേറെയുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് ഇവിടുന്ന് മേടിച്ച വളങ്ങൾ ഉപയോഗിക്കുമ്പോ നമ്മുടെ കൃഷി കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ജാതിക്കാണെങ്കിലും തെങ്ങിനാണെങ്കിലും ചെടികൾക്കാണെങ്കിലും എല്ലാ വളങ്ങളും ഞങ്ങൾ ഇവിടെ മേടിക്കണേ. അപ്പൊ അത് ഞങ്ങള് സ്ഥിരം ഇവിടെ തന്നെയാണ്. ഇവിടെ പണ്ടത്തെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് മാറി ഷിഫ്റ്റ് ചെയ്താണ്. അപ്പൊ എല്ലാ നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം ഏത് ഇതായിരുന്നു. അതെ, എല്ലാ വളങ്ങളും ഒരു സ്ഥലത്ത് പല സ്ഥലങ്ങളിലും നമുക്ക് തപ്പി നടക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് ചെടിക്ക് ഇട്ട് കൊടുക്കുമ്പോ അതിന്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ പവർഫുൾ അല്ലേ? അതെ, പവർഫുൾ ആണ്. നല്ല ഗ്രോത്ത് ഉള്ളതുകൊണ്ടാണ് ഇത് നമ്മൾ ഇവിടെ വരുന്നത്. അതെ, ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയ പിന്നെ എല്ലാം ഓക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വളം ഉപയോഗിച്ച് നമുക്ക് ഒരു നോക്കിയപ്പോ ഒരു 6 മാസം 7 മാസം കഴിയുമ്പോ, അല്ലെങ്കിൽ വലിയ ചെടികൾക്ക് തെങ്ങിനൊക്കെ ഒരു വെള്ളത്തിന് നമുക്ക് അറിയാം അതിന്റെ വളർച്ച, ആ ചെടിയുടെ ഗ്രോത്ത് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ മുണ്ടൂരിന്ന് ഇവിടെ വന്ന് വളം വാങ്ങിച്ചു പോകുന്നത്. ഓക്കെ, സ്റ്റാഫും വളരെ നല്ല ഇതാണ്. പറയുമ്പോ അവര് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും പ്ലസ് നമ്മളെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യണം. വളരെ നല്ല സ്റ്റാഫുകളാണ് ഇവിടുത്തെ. ബില്ലടിക്കുക, ഇമ്മീഡിയറ്റ് വണ്ടിയിൽ കയറ്റി തരും. ഓക്കെ, ഡാറ്റ പറഞ്ഞു പോവാം. വളരെ വളരെ നല്ല സ്റ്റാഫാണ്. അതാണ് വേണ്ടത്. സ്റ്റാഫുകള് അവര് അങ്ങനെ ബലം പിടിച്ച് പിന്നീട് ആരും ഇങ്ങോട്ട് വരില്ല. അപ്പൊ അതില് ഓക്കെ, വളരെ എല്ലാ സ്റ്റാഫും കൃത്യനിഷ്ഠയോടുകൂടി അവരുടെ ജോലികൾ കൃത്യമായി ചെയ്തു തരുന്നു എന്നാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ഇത് ചാണകപ്പൊടി പൗഡർ കണ്ടല്ലോ. മറ്റത് കോരി കുറെ കുന്ന് കണക്കിന് നമ്മൾ ഇടണം. പക്ഷെ ഇത് ഒരു കൈ ഇട്ടാൽ മതി ഒരു ചെടിക്ക്. അത്രയ്ക്ക് നല്ല നൈസ് പൗഡറാണ്. കണ്ടല്ലോ, ഇത് കിലോക്ക് 10 രൂപയുള്ളൂ. ഇവിടെ ഒരു കിലോ ചാണകപ്പൊടിക്ക് 10 രൂപ വരുന്നത്. 35 കിലോന്റെ ഒരു ചാക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 350 രൂപയ്ക്ക് ഒരു ചാക്ക് ചാണകപ്പൊടി എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്രകാരം ചെടികൾക്ക് ഇട്ടുകൊടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇത് വേഗം ഡൈലൂട്ട് ആവും. ചെടിയുടെ വേരിനെ ഇത് വലിച്ചെടുത്ത് കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ഈസി ആയിട്ട് വേരുകൾക്ക് ഇതിനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും ഈ ചാണകപ്പൊടി പൗഡർ. ഇത് ആട്ടിൻകാഷ്ടം പൗഡർ പൊടിയാക്കിയത് കണ്ടല്ലോ. ഇത് 10 രൂപ തന്നെയുള്ളൂ, കിലോന് 10 രൂപ. പക്ഷെ ഇത് 40 കിലോന്റെ ചാക്കായതുകൊണ്ട് നമ്മൾ 400 രൂപ ഒരു ചാക്കിന് കൊടുക്കണം. ഈ കോഴിക്കാഷ്ടം ആട്ടിൻകാഷ്ടം 40 കിലോന്റെ ചാക്കാണ്, അതുകൊണ്ടാണ് 400 രൂപ ഒരു ചാക്കിന് വരുന്നത്. പിന്നെ അതേ അടുത്തത് കോഴിക്കാഷ്ടം, നല്ല പൗഡർ, നൈസ് പൗഡർ കണ്ടല്ലോ. ഇത്രയും നൈസ് ആയിട്ടുള്ള പൗഡറാണ്. അപ്പൊ ഇതൊക്കെ കുറച്ച് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് കൂട്ടി ഇട്ട് കൊടുക്കണ്ട. അപ്പൊ കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 20 ദിവസത്തെ ഇടവേളകളിലൊക്കെ ഈ ജൈവ വളങ്ങൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ വേരുകൾക്ക് സാവധാനം അതിനെ വലിച്ചെടുക്കാനായിട്ടും നല്ല ഗ്രോത്തിൽ ചെടി വളരാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടുന്ന് വളം കൊണ്ടുപോയി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ അടുത്ത വളങ്ങൾ എടുക്കാനായിട്ട് ഇങ്ങോട്ട് തന്നെ വരും. ഇത് HDP ഗ്രോ ബാഗ് ആണിത്. ഇത് നമുക്ക് എങ്ങനെ പോയാലും ഒരു 6 വർഷം 7 വർഷമൊക്കെ ഇതിനകത്ത് തന്നെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും.
പൊക്കി കൊണ്ടുപോകാനും എടുത്ത് മാറ്റി വെക്കാനും ഒക്കെ സൗകര്യമുള്ള ഗ്രോ ബാഗ് ആണിത്. ഇത് ഒന്നിന് 9x9 സൈസ് 35 രൂപയാ വരുന്നുള്ളൂ ഒരു ഗ്രോ ബാഗിന് വരുന്നത്. 12x12 കുറച്ചും കൂടി വലിയ ചെടികളെ വളർത്തിയെടുക്കാനായിട്ട് ഈ ഗ്രോ ബാഗിന് സാധിക്കും. അപ്പൊ ഇതിന് 55 രൂപയാണ് വില. കണ്ടല്ലോ, നമുക്ക് മറ്റ് ഗ്രോ ബാഗുകൾ നമ്മൾ 11 രൂപയും 10 രൂപയും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ഗ്രോ ബാഗ് വാങ്ങിക്കും. ഒരു വർഷം പോലും തികയില്ല, അതിന് മുന്നേ തന്നെ അത് നശിച്ച് കീറി പോകും. ഇങ്ങനെ ഇത് വരുന്നില്ല. അത് 7 വർഷം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കുറെ കാലം ഉപയോഗിക്കാം. വീണ്ടും റിപ്പോർട്ട് ചെയ്ത് ചെടികളെ നട്ടു വളർത്താനായിട്ട് സാധിക്കും. ശരിക്കും പറയുകയാണെന്നുവെച്ചെങ്കിൽ നല്ല സൈസിൽ ചെടികൾ നല്ല ഗ്രോത്തിലൊക്കെ വളരാൻ ഇത്ര പോകുന്ന ഗ്രോ ബാഗ് ആയിരിക്കും നമുക്ക് നല്ലത്. ഇനിയിപ്പോ ഇതിലും വലുതായിട്ട് ഇനി 3 ഗ്രോ ബാഗ് ഉണ്ട്. ഇത് ഏറ്റവും വലിയ ഗ്രോ ബാഗ്. ഇതിൽ വാഴ എത്ര 220 രൂപയാണ് ഈ വലിയ ഗ്രോ ബാഗിന്റെ വില. നമ്മളൊരു ഡ്രം വെക്കില്ലേ, ഒരു ഡ്രം വാങ്ങിച്ച് കട്ട് ചെയ്ത് വെക്കും വലുത്, അതിന്റെ അത്രയും സൈസ് ഉണ്ട് ഈ ഗ്രോ ബാഗിന്. ഇതിൽ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഇതിൽ നമുക്ക് നടാനായിട്ട് പറ്റും. വാഴ അത്തരം കാര്യങ്ങളൊക്കെ സ്ഥലമില്ലാത്തവർക്ക് ഇത്രയും വലിയ ഗ്രോ ബാഗിൽ വലിയ പ്ലാന്റുകൾ നടാം. അതിന് കുറച്ച് സൈസുള്ളത് ഇത്. അങ്ങനെ പല സൈസിലായിട്ടുണ്ട്. അപ്പൊ വളരെ വില മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വില കുറവുമാണ്, കൂടുതൽ ഈട് നിൽക്കുന്നതുമാണ്. അപ്പൊ ശ്രദ്ധിച്ച് നിങ്ങൾ വളം വാങ്ങിക്കാൻ വരുമ്പോൾ ഇവിടുന്ന് ഗ്രോ ബാഗ് കൃഷി ഉള്ളവര് ഇതും കൂടി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ചെടികളുടെ ഗ്രോത്ത് പ്രൊമോട്ടർ ആണ് NPK അടങ്ങിയ വളം. അതായത് ഇതില് മണ്ണിര കമ്പോസ്റ്റും അതുപോലെ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെന്താ എല്ലാ വളങ്ങളും ജൈവ വളങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. മൈക്രോ ന്യൂട്രിയൻസും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ച് മാത്രം, ക്വാണ്ടിറ്റി കുറവ്. മറ്റ് ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുന്ന അത്രയും ചെടികൾക്ക് ഇട്ട് കൊടുക്കണ്ട. ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി ആദ്യം. പിന്നീട് ചെടിയുടെ ഗ്രോത്തിനനുസരിച്ച് നമ്മൾ കൂട്ടി കൊടുക്കാം. അത്രയും ഉണ്ടാവും. അപ്പൊ ഒരുപാട് എടുക്കുന്നതിന് പകരം കുറച്ചെടുത്ത് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ ജൈവവളങ്ങളും കൂടി മിക്സ് ചെയ്തുള്ളതാണ് നമ്മൾ NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, അതെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് പച്ചക്കക്ക പൊടിച്ചതാണ്, കണ്ടോ, വൈറ്റ് കളറുള്ള പച്ചക്കക്ക പൊടിച്ചെടുത്തതാണ്. കിലോക്ക് എത്രയാ? കിലോക്ക് 17 രൂപ റേറ്റ്. ഒരു കിലോക്ക് 17 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ പച്ചക്കക്ക പൊടിച്ചത് ഫസ്റ്റ് ക്വാളിറ്റി ആണിത്. കിലോക്ക് 17 രൂപയാണ് ഒരു കിലോ പച്ചക്കക്ക പൊടി വരുന്നത്. ഇത് നമ്മള് പെട്ടെന്ന് ഒരു ഹ്രസ്വകാല വിളകൾക്ക് നൽകുന്നത് കുറച്ചും കൂടി നീണ്ടു നിൽക്കുന്ന ചെടികൾക്ക് ഈ ഡോളോമൈറ്റിനോ കുമ്മായത്തിനോ പകരം ഈ പച്ചക്കക്ക കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ആവശ്യത്തിന് pH അതിനെ നിയന്ത്രിച്ചുകൊണ്ടേ ഇരിക്കും ഇത് ഇട്ട് കൊടുത്താല്. ഇതിനൊക്കെ പുറമെ ചെടികളെ വലിയ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നടാനായിട്ട് ആവശ്യമുള്ള ഡ്രമ്മുകളും നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം. മിതമായ നിരക്കിൽ കട്ട് ചെയ്തിട്ടും കിട്ടും. അല്ലാതെ ഫുൾ ഡ്രം അങ്ങനെ വാങ്ങിച്ചു പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഡ്രമ്മിന് 200 രൂപ റേറ്റ് വരുന്നുള്ളൂ. അത് അത്യാവശ്യം ഒരു നല്ല പ്ലാന്റ് ഇതിൽ നടാനായിട്ട് സാധിക്കും. എടുത്ത് പൊക്കി കൊണ്ടുവയ്ക്കാനും പറ്റും. ഹോള് ഇട്ടിട്ടില്ല അല്ലെ നമുക്ക്? അതെ, നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ സൈഡിൽ വേണം എപ്പോഴും ഹോളുകൾ ഇടാനായിട്ട്. അടിയിൽ കൊണ്ടുപോയി ഇടരുത് കേട്ടോ. ഈ സൈഡിൽ 4 ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. 200 രൂപയുള്ളൂ ഇത്രയും പോകുന്ന ഒരു ഡ്രമ്മിന്. ഇത് ഇത്രയും വലിയ ഡ്രമ്മിന് നമുക്ക് വരുന്നത് 650 രൂപയെ വരുന്നുള്ളൂ. അപ്പൊ ഇതിലും വലിയ പ്ലാന്റുകൾ നമുക്ക് നടാനായിട്ട് സാധിക്കും. ഇത് ഫുള്ള് സൈസ് ആണെങ്കിൽ 800 രൂപയെ വരുന്നുള്ളൂ. ഇതിപ്പോ ഹാഫ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് 400 രൂപയെ വരുള്ളൂ. ഇതുപോലത്തെ പച്ചക്കറികൾക്ക് ഒരു ജോഡി, അതായത് 2 എണ്ണം 140 രൂപയ്ക്ക് കിട്ടും. ഇതിന് ഹോളൊക്കെ ഇട്ട് കൃത്യമായിട്ട് ഇവര് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെടിച്ചട്ടിക്ക് പകരം ഇത് ഇങ്ങനത്തെ ഡ്രമ്മുകളെ ഒരു ജോഡി വാങ്ങിച്ചു പോവായിരിക്കും ലാഭം. ഇതാണ് നമ്മുടെ ഈ ജൈവവളത്തിന്റെ നാച്ചുറൽ ബയോടെക്കിന്റെ ഓണർ. യങ് ആണ് ആള്. വളരെ ഇത്രയും ചെറുപ്പക്കാരനാണ് നമ്മുടെ ഇത്രയും വലിയൊരു സംരംഭം കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കിടക്കീഴിലുള്ള ഈ വളങ്ങളെല്ലാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാ യുവാക്കൾക്കും ഒരു മാതൃക തന്നെയാണ് ജിത്ത്, അല്ലെ? അപ്പൊ എത്ര വർഷമായി ഇതിലേക്ക് വന്നിട്ട്? 5 വർഷം. ഇത് വരാനുള്ള ഒരു കാരണം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ നമുക്ക് ഇന്നതിലെ മേഖലയിലേക്ക് തിരിയാനായിട്ട്? ആക്ച്വലി ഞാനായിട്ട് ബന്ധപ്പെട്ട യാതൊരു മേഖലയല്ലത്. ഞാൻ മറ്റേ CNC ഓപ്പറേറ്ററായിട്ട് ചെന്നൈയിലേക്ക് വർക്ക് ചെയ്യുന്ന നടന്നത്. അപ്പൊ കൊറോണ വന്ന ടൈമില് നമ്മൾ തുടങ്ങിയൊരു സംരംഭമാണ്. എന്റെ ജോലി നഷ്ടപ്പെട്ടു വന്ന് അതിനുശേഷം ചേട്ടന്മാരെയൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്മൾ അങ്ങനെ തുടങ്ങിയൊരു സംരംഭമാണ്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടെ അഗ്രികൾച്ചറിൽ ഒരു കോഴ്സ് ചെയ്തു. ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് ഞാൻ വന്നത്.
കോഴ്സ് കഴിഞ്ഞവർക്ക് പഠിച്ചവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. എല്ലാ വളങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവുള്ളൂ. അടുത്തൊരു കസ്റ്റമർ വന്ന് ചോദിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുക, ഏതൊക്കെ പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക, അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഒരു അറിവുണ്ടാവണം. അപ്പൊ ഇപ്പൊ ഈ മേഖലയില് വിജയിച്ചു നിൽക്കുകയാണ് അല്ലേ? ഈ ജോബില് നമ്മള് സാറ്റിസ്ഫൈഡ് ആണല്ലോ. അത് മതി, ടെൻഷൻ ഇല്ലാതെ പോവാ. വളങ്ങള് ഇപ്പൊ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നതാണോ കൊണ്ടുവരുന്നത്? അല്ലല്ല, നമ്മൾ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ 3 പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആയി ഇപ്പൊ നിലവില്. ചെറിയ യൂണിറ്റ് തുടങ്ങിയതാണ് ഞങ്ങൾ. ഇപ്പൊ നമുക്കൊരു 3 പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, 2 സെയിൽസ് കൗണ്ടറും ഉണ്ട്. ഫാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫാമുകളില്ല, നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫാംസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ പ്രോഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളത് പൊടികളും പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ യൂണിറ്റുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമ്മളിപ്പോ ആരും മറ വെച്ച് നമ്മൾ ചെയ്യാറില്ല. അപ്പൊ പ്രൊഡക്ഷൻ യൂണിറ്റ് കാണുന്നവർക്ക് വന്ന് കാണാം, കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളിവിടെ നിലവിൽ ഇപ്പൊ ചെയ്യണത് ചാണപ്പൊടി, ആട്ടുംകാട്ടും, കോഴിക്കാട്ടം, പിന്നെ പച്ചക്കക്ക പൊടിക്കുന്നുണ്ട്. പിന്നെ റോ മെറ്റീരിയൽ പറഞ്ഞ വേപ്പ് പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, അതൊക്കെ നമ്മളിവിടെ പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ 5000 രൂപയുടെ മേലെ ഞങ്ങള് ആവശ്യത്തിനുള്ള, ഞാനൊരു നാച്ചുറൽ ഫാമിംഗ് നടത്തുന്ന ഒരു വ്യക്തി കൂടെയാണ്. അപ്പൊ ഫുൾ ഓർഗാനിക് സാധനങ്ങൾ എന്റെ അടുത്തുനിന്ന് ഒത്തിരി പേര് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ വളങ്ങളൊക്കെ നമ്മളവിടെ യൂസ് ചെയ്യുന്നതെന്ന് അവരും കൂടി അറിയട്ടെ. അപ്പൊ എന്തായാലും താങ്ക്സ്, ഒത്തിരി നന്ദിയുണ്ട് എന്റെ കൂടെ ഇത്രയും നേരം സഹകരിച്ചതിന്. ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, പ്രസ്ഥാനം വിജയിക്കട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ജൈവവളം ആവശ്യമുള്ളവര് എത്രയും പെട്ടെന്ന് വരിക. മഴക്കാലാണ് വരുന്നത്, നമുക്ക് കൃഷി തുടങ്ങുകയാണ്, ഓണത്തിന്റെ കൃഷി ആരംഭിക്കുകയാണ്. അപ്പൊ അതിനുള്ള എല്ലാ ജൈവവളങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് വാങ്ങിച്ചിട്ട് പോവാം. മുളയം റോട്ടിലാണ് ഈ ജൈവവളത്തിന്റെ ഔട്ട്ലെറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആരും മറക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത തന്നെ ഒരു സൂപ്പർ വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.